ഗുഡ് മോർണിംഗ് ബ്ലൂസംസ്. അപ്പോൾ ഏകദേശം ഒരു ഇന്നലെ വൈകുന്നേരം തൊട്ട് ആങ്സൈറ്റിയുടെ ആ ഒരു പീക്കിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു മാസമായിട്ട് ഞാൻ സിവിയർ ആങ്സൈറ്റി സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖം. എന്തായാലും രാവിലെ എണീറ്റ ഉടനെ എനിക്കൊരു ചായ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വായിക്കാനെടുത്ത ബുക്കാണ് ഇക്കിഗായ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. മൈൻഡൊന്നിലും ഫോക്കസ്ഡ് ആവാൻ പറ്റാത്തതുകൊണ്ട് പുറത്ത് വന്നിരുന്ന് കുറച്ച് സമയം വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ പൊരുക്കുട്ടൻ. പേര് കേട്ടിട്ട് അത്ഭുതമൊന്നും തോന്നണ്ട, എൻ്റെ ചെറിയ അനിയത്തിയിട്ട പേരാണ് കേട്ടോ, പൊരു. അത് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇവൻ ചെറുപ്പത്തിൽ ഭയങ്കര കുറുമ്പായിരുന്നു, ഒരിടത്ത് അടങ്ങിയിരിക്കില്ലായിരുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ പുരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവളിട്ട പേരാണ് പൊരു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കര കൗതുകവും തമാശയൊക്കെ ആണെങ്കിലും അത് വിളിക്കുമ്പോഴേക്കും അവൻ ഓടി വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ്. അപ്പോൾ എന്തായാലും ഫോക്കസും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് പണ്ട് തൊട്ടേ ഞാൻ ചെയ്യാറുള്ളതാണ് ഏറ്റവും മിനിമം ഒരു 10 പേജസ് എങ്കിലും ഒരു ദിവസം വായിച്ചെടുക്കുക എന്നുള്ളത്. ആൻഡ് അതെന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് തരാറുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി തരാറുണ്ട്. ഇതെൻ്റെ വെഡ്ഡിങ്ങിന് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇക്കിഗായ് വായിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ്